എല്ലാവർക്കും മലയാളം ക്ലബിൻ്റെ നമസ്കാരം. നിങ്ങളെല്ലാവരും ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? 10ാം ക്ലാസ്സിലെ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു പേപ്പറാണ് മലയാളം അല്ലേ? നിങ്ങൾ ചെറുതായി ഒന്ന് ശ്രമിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് മലയാളം. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം കേട്ടോ. അപ്പോൾ കേരള പടാവലി പാഠപുസ്തകത്തിലെ 5 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായി ഇത്തവണ തന്നിരിക്കുന്നത്. എത്ര യൂണിറ്റുകളാണ്? 5 യൂണിറ്റുകളാണ് അല്ലേ? നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. എന്താണ് ഒന്നാമത്തെ യൂണിറ്റ്? ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. ഭാഷ അല്ലേ, നമ്മുടെ ഭാഷ പൂക്കുന്ന സമയത്ത് നമ്മുടെ സംസ്കാരം കൂടി എന്ത് ചെയ്യുകയാണ്? തളിരിടുകയാണ്, തളിർക്കുകയാണ് ആണ് നമ്മുടെ ഈ തലവാചകത്തിലൂടെ സൂചിപ്പിക്കുന്നത് അല്ലേ? നമ്മുടെ ഭാഷ ഏതാണ്? നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളമാണ് അല്ലേ? നമ്മുടെ മലയാളം എന്താണ്? മലയാളം പൂക്കുന്ന സമയത്ത് അല്ലേ? മലയാളം എപ്പോഴാണ് പൂക്കുക? നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അത് വളർന്ന് വലുതായി അല്ലേ? എന്നിട്ടാണ് ആ പൂവ് പൂത്ത് വരിക അല്ലേ? ആ ചെടി പൂക്കുക. അതുപോലെയാണ് ഭാഷ. ഭാഷയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കണം? വെള്ളവും വളവും ഒക്കെ കൊടുക്കണം അല്ലേ? നമ്മൾ എന്താണ്? മലയാളത്തെ അത്രയേറെ സ്നേഹിക്കണം. മലയാളം എന്ന ഭാഷ നമ്മൾ നന്നായി കൈകാര്യം ചെയ്യണം അല്ലേ? എങ്കിൽ മാത്രമേ എന്ത് ചെയ്യും? നമ്മുടെ മലയാളമാവുന്ന മാതൃഭാഷ പൂക്കും അല്ലേ? പൂവിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പൂവിട്ട ഭാഷയിലൂടെയാണ് നമ്മുടെ സംസ്കാരം അല്ലേ? സംസ്കാരവും വളരുന്നത്, പൂവിടുന്നത്, തളിർക്കുന്നത് എന്നൊക്കെയാണ് ഈ തലവാചകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഒരു നോവലിൻ്റെ അല്ലേ? മലയാളത്തിലെ പ്രശസ്തമായ ഒരു നോവലിലെ ഒരു ചെറിയ ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നോവലുകൾ വായിക്കുന്നവരായിരിക്കുമല്ലോ അല്ലേ? നോവൽ വായിക്കാറില്ലേ? വായിക്കാറുണ്ടല്ലേ? അപ്പോൾ OV വിജയൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എഴുത്തുകാരനാണ് അല്ലേ OV വിജയൻ. OV വിജയൻ്റെ നോവലുകൾ നിങ്ങൾ തീർച്ചയായും വായിക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ അധിക നോവലുകളും എന്താണ്? വളരെയധികം പ്രധാനപ്പെട്ട നോവലുകളാണ്. മലയാളത്തിന് അത്രയേറെ സംഭാവന നൽകിയ ഒരു സാഹിത്യകാരനാണ് OV വിജയൻ. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം അങ്ങനെ ഒരു നോവലിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവർ എന്ത് ചെയ്യുക? നിങ്ങളുടെ തൊട്ടടുത്തുള്ള ലൈബ്രറികളിലൊക്കെ പോയി എന്ത് ചെയ്യുക? OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ തീർച്ചയായും വായിക്കുക കേട്ടോ. ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് മുൻപും ശേഷവും എന്ന് നമ്മൾ മലയാള സാഹിത്യത്തെ പറ്റി പറയാറുണ്ട്. അപ്പോൾ മലയാളത്തിൽ അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ നോവലിന്. പാലക്കാട് തസ്രാക്ക് എന്ന പ്രാദേശിക ഭാഷയാണ് നമ്മുടെ നോവലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ OV വിജയൻ്റെ മറ്റ് കൃതികൾ എന്ന് പറയുന്നത് ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി, കടൽ തീരത്ത് തുടങ്ങിയവയാണ്. അതിൽ കൂടുതലുണ്ട്, നിങ്ങളതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ OV വിജയൻ പ്രമുഖ കാർട്ടൂണിസ്റ്റ് കൂടിയായിരുന്നു. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത് ചെയ്തത്? നമ്മുടെ പാഠപുസ്തകത്തിലെ അല്ലേ പ്രവേശക പാഠമായി നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ? ഇന്നൊരു കഥ പറയാം. അയാൾ പറഞ്ഞു. എന്ത് കഥയാ വേണ്ടത്? കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി. സാർ സാർ, സുറുമയിട്ട പെൺകുട്ടി കൈ ഉയർത്തിക്കാട്ടി. പറയൂ, രവി പറഞ്ഞു. സാർ, ആരും ചാകാത്ത കഥ. രവി ചിരിച്ചുപോയി. അവൾ തുടുത്തു. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമിന. ശരി, രവി പറഞ്ഞു. രവി കഥ പറയാനൊരുങ്ങി. അപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന ക്ലാസ് മുറികളിലൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അല്ലേ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. നമ്മുടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ അധ്യാപിക നമ്മളോട് ഒരു കഥ പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായിരിക്കും അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു സന്തോഷം തോന്നുന്നത്? നമുക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ് അല്ലേ? അതുകൊണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കഥ കേൾക്കാൻ? ഇഷ്ടമാണ് അല്ലേ? എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? നമ്മൾ ചെറിയ അല്ലേ കുട്ടിയായിരുന്ന സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാ അല്ലേ കഥയൊക്കെ കേട്ടാണ് ഉറങ്ങിയിരുന്നത്, അല്ലെങ്കിൽ കഥ കേട്ടുകൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ അല്ലേ നമ്മൾ ചോറൊക്കെ തിന്നത് എന്തായി? കഥ കേൾക്കുമ്പോഴാണ് അല്ലേ? അതുപോലെ നമ്മുടെ രവി മാഷ് എന്ത് ചെയ്യാണ്? ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് രവി മാഷ്. അദ്ദേഹം തൻ്റെ കുട്ടികൾക്ക് അല്ലേ വിദ്യാർത്ഥികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ രവി മാഷ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു കഥയാണ് പറയാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഏത് കഥയാണ് വേണ്ടത്? അപ്പോൾ കുട്ടികൾ പരസ്പരം എന്ത് ചെയ്യാണ്? പരസ്പരം ചോദിക്കുകയാണ് അല്ലേ? എന്തൊക്കെയോ അവർ സംസാരിക്കുകയാണ് അല്ലേ? നമ്മുടെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ നമ്മളോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാ കുട്ടികളും ചേർന്ന് പരസ്പരം എന്ത് ചെയ്യും? സംസാരിക്കും അല്ലേ? അവിടെ കലവില ശബ്ദങ്ങൾ ഉണ്ടാക്കും അല്ലേ? അതുപോലെ നമ്മുടെ രവി മാഷിൻ്റെ കുട്ടികളും എന്ത് ചെയ്യാണ്? ശബ്ദങ്ങൾ ഉണ്ടാക്കുകയാണ്.
അപ്പം അതിനിടയിൽ ഒരു സുറുമയിട്ട പെൺകുട്ടി അല്ലേ, അല്ലേ, നല്ല കണ്ണൊക്കെ എഴുതിയ ഒരു പെൺകുട്ടി കൈ ഉയർത്തി കാട്ടുകയാണ് അല്ലേ. എന്തിനാ കൈ ഉയർത്തുന്നത്? നമുക്ക് എന്തെങ്കിലും കാര്യം അല്ലേ അധ്യാപകനോട് പറയാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൈ ഉയർത്തണം അല്ലേ, എന്നിട്ട് വേണം നമ്മൾ പറയേണ്ടത് അല്ലേ. അല്ലാതെ നമ്മൾ നേരെ ചൊവ്വാൻ കയറി പറയുകയാണോ വേണ്ടതല്ല. നമ്മൾ കൈയൊക്കെ ഉയർത്തി പതുക്കെ വേണം പറയാൻ അല്ലേ. അങ്ങനെ നമ്മുടെ സുറുമയിട്ട പെൺകുട്ടി എന്ത് ചെയ്യുകയാണ്? കൈ ഉയർത്തി തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയാണ്, സാർ ആരും ചാകാത്ത കഥ അല്ലേ, ആരും ചാകാത്ത കഥയാണ് എനിക്ക് കേൾക്കേണ്ടത്. ആരും മരിക്കാത്ത കഥ അല്ലേ, ആരും മരിച്ചു പോവാത്ത കഥയാണ് എനിക്ക് കേൾക്കേണ്ടത്. എന്താണ്? ആ കഥയിൽ സന്തോഷവും സമാധാനവും നൽകുന്ന കഥയാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ എനിക്ക് ആരും മരിച്ചു പോകുന്ന കഥ കേൾക്കണ്ട എന്ന് കുട്ടി പറയുകയാണ് അല്ലേ. കുട്ടീൻ്റെ മനസ്സ് നിങ്ങൾ നോക്കിയേ. നിങ്ങൾക്ക് എങ്ങനെയുള്ള കഥകളാണ് ഇഷ്ടം? സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന കഥകൾ തന്നെയാണ് നിങ്ങൾക്കും ഇഷ്ടം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാമിനെയും പറയാണ്, എനിക്ക് ഇങ്ങനെയുള്ള കഥയാണ് കേൾക്കാൻ ഇഷ്ടം. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ രവിമാഷ് ചിരിച്ചുപോയി അല്ലേ. കുട്ടിയുടെ നിഷ്കളങ്കമായ മറുപടി കേട്ട് നമ്മുടെ രവിമാഷ് ഒന്ന് ചിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ മാഷ് നമ്മളെ നോക്കി ഒന്ന് ചിരിച്ചാൽ നമുക്ക് എന്ത് തോന്നും? വളരെയധികം സന്തോഷം തോന്നും അല്ലേ. നമ്മളൊന്ന് തുടുക്കും അല്ലേ, നമ്മുടെ മുഖമൊക്കെ ഒന്ന് ചുവക്കും അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകൻ നമ്മളെ നോക്കി ഒന്ന് ചിരിച്ചാൽ മതി അല്ലേ. അധ്യാപിക നമ്മളെ നോക്കി ചിരിച്ചാൽ തന്നെ നമ്മുടെ മനസ്സൊന്ന് കുളിർക്കും. അതുപോലെ നമ്മുടെ കുഞ്ഞാമിനെ എന്ത് ചെയ്യാണ്? തുടുക്കുകയാണ്. എന്താ പേര്? അപ്പോൾ നമ്മുടെ രവിമാഷ് കുട്ടിയോട് ചോദിക്കുകയാണ്, മോളുടെ പേരെന്താ? അപ്പോൾ നമ്മുടെ കുട്ടി മറുപടി പറയുകയാണ് അല്ലേ, എൻ്റെ പേര് കുഞ്ഞാമിന. എന്താ കുട്ടിയുടെ പേര്? കുഞ്ഞാമിന. ശരി. അത് കേട്ടപ്പോൾ നമ്മുടെ രവി കഥ പറയാൻ ഒരുങ്ങുകയാണ് അല്ലേ. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെയുള്ള കഥയാണ് പറയാൻ പോകുന്നത് നമ്മുടെ രവിമാഷ്? ആരും ചാവാത കഥ അല്ലേ, സമാധാനം നൽകുന്ന കഥയാണ് നമ്മുടെ രവിമാഷ് പറയുന്നത്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പേപ്പറൊക്കെ വായിക്കുന്നവരല്ലേ, പേപ്പറിലൊക്കെ ഒരു വാർത്ത നമ്മൾ അധികവും കാണുന്നുണ്ട് അല്ലേ. കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തായിരിക്കും ആ വാർത്ത? നമ്മുടെയൊക്കെ മനസ്സിനെയൊക്കെ പിടിച്ചു കുലുക്കുന്ന, നമ്മുടെയൊക്കെ സമാധാനം തച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഏതാണ്? ഗാസ അല്ലേ. ഗാസയിലെ കുട്ടികൾ മരണപ്പെടുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ് അവർ മരണപ്പെടുന്നത്? യുദ്ധത്തിൻ്റെ അല്ലേ, യുദ്ധക്കെടുതി കൊണ്ടാണ് അവർ മരണപ്പെടുന്നത് അല്ലേ. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഒക്കെ ഈ യുദ്ധത്തിന് എന്താവുന്നുണ്ട്? ഇരയാവുന്നുണ്ട്. നമ്മുടെ ഇസ്രായേൽ പാലസ്തീൻ അല്ലേ, അങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു തെറ്റും ചെയ്യാതെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അല്ലേ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്നിട്ടും നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയോ അങ്ങനെയുള്ള സംഘടനകളൊന്നും എന്ത് ചെയ്യുന്നില്ല? അത് ചെയ്യുന്നില്ല എന്നല്ല, എങ്കിൽ പോലും അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു ന്യൂനതകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ അത് ഒരുപാട് വേദന നമുക്ക് നൽകുന്നുണ്ട് അല്ലേ, ആ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ. അതുപോലെ അങ്ങനെയുള്ള കഥയല്ല എനിക്ക് കേൾക്കേണ്ടത്. എങ്ങനെയുള്ള കഥയാണ്? എനിക്ക് മനസ്സിന് സമാധാനം നൽകുന്ന കഥയാണ് എന്നാണ് നമ്മുടെ കുഞ്ഞു പറയുന്നത് അല്ലേ. കുഞ്ഞു മനസ്സിൽ ആഗ്രഹിക്കുന്നത്? സമാധാനവും സന്തോഷവുമാണ്. അല്ലാതെ ആക്രമാസക്തമായ ഒരു കാര്യങ്ങളല്ല കുട്ടികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന ഒരു കാഴ്ചപ്പാട് കൂടി നമുക്ക് ഈ പാഠപുസ്തകത്തിലൂടെ അല്ലേ, ഈ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൻ്റെ ചെറിയ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ കഥാകാരൻ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പം എല്ലാവരും ഈ ഭാഗം ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കുക കേട്ടോ. ഇപ്പോൾ വായിക്കാൻ സമയമില്ല, നിങ്ങൾ തീർച്ചയായും വായിക്കണം. അപ്പം അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം, ചർച്ച ചെയ്യുക. അപ്പം നമുക്ക് കഥ കേൾക്കാനും കഥ പറയാനും മാത്രമാണോ ഭാഷ വേണ്ടത്? അല്ല, നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളായിക്കോട്ടെ, സന്തോഷങ്ങളായിക്കോട്ടെ, വേദനകളായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത കൂട്ടുകാരനെ കുറിച്ചുള്ള ഒരു കുറ്റം പറയാനാണെങ്കിൽ കൂടി നമുക്ക് എന്ത് വേണം? ഭാഷ വേണം അല്ലേ. ഭാഷയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അല്ലേ. ഭാഷയിലൂടെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ നമുക്ക് മറ്റൊരാളെ അറിയിക്കാനായി നമുക്ക് എന്ത് വേണം? നമുക്ക് ഭാഷ വേണം. ഏതെങ്കിലും ഒരു ഭാഷ മതിയോ? പോരാ, നമ്മുടെ മാതൃഭാഷ തന്നെ വേണം അല്ലേ. നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തമിഴിലൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമ്മൾ ഏത് രീതിയിലാണ്, നമ്മുടെ വികാരം എന്താണോ അത് നമുക്ക് മറ്റൊരാളിലേക്ക് അതേ രീതിയിൽ പകർന്നു നൽകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ മാതൃഭാഷ വേണമെന്ന ഒരു ചിന്ത കൂടി നമുക്ക് നമ്മുടെ പ്രവേശക പാഠം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കിയൊന്ന്.
കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം. ചർച്ച ചെയ്യുക. മലയാളം സംസാരിക്കുന്നതിലൂടെ ഓരോ വ്യക്തിക്കും തങ്ങളുടെ സംസ്കാരവുമായും പാരമ്പര്യവുമായും ബന്ധം നിലനിർത്താനും സ്വത്വബോധം വളർത്താനും സാധിക്കുന്നു. മാതൃഭാഷയുടെ പ്രാധാന്യം അത്രയേറെ വലുതാണ്. ഭാഷ മനുഷ്യ മനസ്സിൻ്റെ പ്രതിബിംബമാണ്. മനുഷ്യ മനസ്സിൻ്റെ വൈകാരികതയെ സൂക്ഷ്മതലത്തിൽ പ്രകടിപ്പിക്കാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു വ്യക്തി മാതൃഭാഷ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ചിന്ത, കാഴ്ചപ്പാടുകൾ, ആഗ്രഹം, സ്വപ്നങ്ങൾ, വേദനകൾ, സന്തോഷങ്ങൾ, തമാശകൾ അങ്ങനെ മനുഷ്യ മനസ്സിൻ്റെ എല്ലാ വികാരങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. മാതൃഭാഷയല്ലാതെ മറ്റൊരു ഭാഷയ്ക്കും അവൻ്റെ വൈകാരികതയെ തൊട്ടറിയാൻ കഴിയില്ല. ചിരി, സന്തോഷം, സങ്കടം, വേദന, സ്നേഹം, ദേഷ്യം തുടങ്ങിയ ഏത് വികാരവും മാതൃഭാഷയിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ആഴവും തീവ്രതയും മറ്റു ഭാഷകളിൽ ലഭിക്കുക പ്രയാസമാണ്. കാരണം ആ ചിന്തയും വികാരവും ആദ്യം രൂപപ്പെടുന്നത് മാതൃഭാഷയുടെ ചട്ടക്കൂടിലാണ്. കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം എന്ന വാദം മാതൃഭാഷയുടെ ശക്തിയെയും സൗന്ദര്യത്തെയും കൃത്യമായി അടയാളപ്പെടുത്തുന്നു.